നൈറ്റ് ഇട്ടിട്ട് കളിക്കാൻ മാറാൻ മടിയായിട്ട് ഞങ്ങൾ പറഞ്ഞു നൈറ്റ് മരുതുകൊണ്ട് കളിക്കാൻ വെക്കുന്ന പറഞ്ഞു. ചില്ലറ മില്യണൊന്നല്ല, നൈറ്റ് ആണ് ആക്ച്വലി മില്ലൻ അടിക്കാൻ ഒരു റീസൺ. അല്ല, ക്യാമറാമാൻ മാറിയതാണ് അതിന്റെ മില്ലൻ അടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഞങ്ങളുടെ ലോൺ കളക്ട് ചെയ്യാൻ വരുന്ന പുള്ളി അടക്കം കമന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ോടുകൂടി കലാകാരന്മാരാണ്. കുടുംബശ്രീ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കൂട്ടം അങ്ങനെ ഉണ്ടാക്കിക്കൂടായിരുന്നു? എവിടുന്ന് ലോൺ കിട്ടൂലായിരിക്കും ചിലപ്പോ. നിങ്ങൾക്ക് അതിരപ്പള്ളിയുടെ ഫ്രണ്ടിൽ ഫോട്ടോ വേണോ? അത് വരും. കുടുംബശ്രീ ഞങ്ങള് ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. ഇവിടെ ഇരുന്ന് നല്ല രസാട്ടോ. എന്താ വഴി കൂടെ പോണ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവരെയൊക്കെ ഇരയാക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ വഴി കൂടെ പോകുന്നവർക്ക് അത് തോന്നില്ല. ഇവിടെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ അതിൽ കൂടെ ആളുകൾ പോയപ്പോ നൈസായിട്ട് രണ്ടുപേരും കൂടി എന്തൊക്കെയോ ഇരുന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതൊരു കലയാണ്. ഈ സമയത്ത് ഇതിൽ കൂടെ പോയിട്ടുള്ള ഇവരുടെ ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ഇടയിൽ ഞാനൊരു തൊഴിലുറപ്പിന്റെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി എല്ലാവർക്കും കമന്റ്സിന് റിപ്ലൈ കൊടുത്തു. കാരണം അവര് ഇഷ്ടത്തോടെ കമന്റ് ചെയ്യുന്ന റിപ്ലൈ കൊടുക്കണല്ലോ. അങ്ങനെ റിപ്ലൈ കൊടുത്ത് എനിക്ക് 24 മണിക്കൂർ ആക്ഷൻ ബ്ലോക്ക് കിട്ടി. നമുക്ക് ഈ മെസ്സേജസ് വരുമ്പോ നമ്മള് ആരാണാവെന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഇവര് മറ്റേ ഗിവ് അവേക്ക് എന്നെ മെൻഷൻ ചെയ്തത്. ഇൻസ്റ്റാഗ്രാമില് 50 മില്യൺ ഓടിയ ഒരു ട്രെൻഡിങ് നൈറ്റി ഡാൻസ് ഉണ്ട്. ആ ഡാൻസ് തപ്പി വന്നപ്പോ കിട്ടിയ ടീമാണിത്. ടീം തുടങ്ങല്ലേ? ഓക്കെ, ഫുള്ള് വൈബാണ്. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇനി ആരെങ്കിലും ചോദിക്കും ഇനി വല്ല കുടുംബശ്രീ മീറ്റിംഗ് ആണോ എന്നൊക്കെ. നാളെ ഒരു വർത്താനം ഉണ്ടാവും. ഇന്നലെ എന്തായിരുന്നു പരിപാടി? നിങ്ങളുടെ ഡാൻസുകൾ കൂടുതലും രാത്രിയാണ് നടക്കാറെന്ന് തോന്നണം അല്ലേ? അത് എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പൊ ഞങ്ങള് കസിൻസ് ആണ്. അപ്പൊ എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ വരുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ആവും. അപ്പൊ പിന്നെ ഇവരെ പഠിപ്പിക്കാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്കാ. അപ്പൊ ഇവരെയും പഠിപ്പിച്ച് എല്ലാം വരുമ്പോ ഒരു 12 മണി 1 മണിയാവും. അപ്പൊ ആ സമയത്ത് ഇവിടെ ഭയങ്കര സൈലൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴായിരിക്കും നിങ്ങൾ ബഹളം ഉണ്ടാക്കുക? അതെ അതെ അതെ. അപ്പൊ ബാക്കിയുള്ളവരെ കിടന്നുറങ്ങാൻ സമ്മതിപ്പിക്കില്ല. അതെ, ബ്ലൂടൂത്ത് സ്പീക്കറിൽ. നമുക്ക് ആദ്യം പേരെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടാലോ? ഞാൻ അത് മറന്നുപോയി. കുഴപ്പമില്ല. എന്റെ പേര് ചിന്നു. എന്റെ പേര് ശിവാനി. അനശ്വര. മീര, ഷീന. നിങ്ങൾ രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂം ആണ് കേട്ടോ. ഭയങ്കര ഐക്യം. ഓ എന്റെ മോനെ, നാത്തൂൻ വൈബാണെന്നൊക്കെ. ഇവരിങ്ങനെ തന്നെയാണ്? അവരങ്ങനത്തെ അവരല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെയാണ്. എങ്ങനെ നിങ്ങൾ ഈ പ്രാക്ടീസും പരിപാടികളൊക്കെ ഇങ്ങനെ രാത്രി മാത്രമേ ഉള്ളൂ, അതോ ഏതെങ്കിലും ഒഴിവ് സമയം കണ്ടെത്തി അപ്പ വന്ന് ഡാൻസ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ വന്നിരിക്കോ? ഇല്ല, ഇപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഇവിടെ അല്ലായിരുന്നു. ഓക്കെ, ഞാൻ കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ടുള്ളൂ തൃശ്ശൂരായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ അല്ലേ ഇത്, മുന്നത്തെ വീഡിയോസ് നോക്കുകയാണെങ്കിലും അതായത് ഞങ്ങള് എപ്പൊക്കെ കൂടുന്നുണ്ടോ അന്നേരം ഏതെങ്കിലും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, കളിക്കും. അങ്ങനെയാണ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. ഈ നൈറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചപ്പോ എന്തെങ്കിലും എന്താ പറയാ, നൈറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിക്കണ്ടെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള്? ഇല്ലേ, ഞങ്ങൾ ഡ്രസ് മാറാൻ മടിയായിട്ട് ഞങ്ങൾ പറഞ്ഞു നൈറ്റ് മരുതുകൊണ്ട് കളിക്കാൻ വെക്കുന്ന പറഞ്ഞു. നിങ്ങളാണപ്പോ നൈറ്റ് ഇട്ടിട്ട് കളിക്കാൻ കാരണം ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോസും നോക്കുകയാണെങ്കിലും നൈറ്റി ഇല്ല. ആകെ ഒരു വീഡിയോയിൽ മാത്രമേ നൈറ്റി ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ നല്ലപോലെ ഡ്രസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. പക്ഷെ അതിനൊന്നും മില്ലൻ അടിച്ചില്ല. അപ്പൊ നൈറ്റി ആണ് ആക്ച്വലി മില്ലൻ അടിക്കാൻ ഒരു റീസൺ. അതും ചില്ലറ മില്യണൊന്നല്ല. എത്ര മില്യണ പറഞ്ഞു കൊടുക്കും? 50. സന്തോഷായില്ലേ കേട്ടപ്പോ? എങ്ങനെയുണ്ട് നാത്തുമാരെ? സന്തോഷായി. എന്നോട് പറഞ്ഞു ആദ്യമേ ഇവര് ചിരി തുടങ്ങിക്കഴിഞ്ഞാ നിർത്തൂല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവര് ഫുള്ള് ഭയങ്കര വൈബ് ഉള്ള ടീമാന്ന് തോന്നുന്നല്ലേ? ഇവരെ പോലെയൊക്കെ ആവണ്ടേ ഇങ്ങനെ നാത്തൂൻ വൈബ്? ഏതെങ്കിലും നാത്തൂനൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പൊ നിങ്ങള് നേരത്തെ മുതലേ ഈ ഡാൻസ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഡാൻസ് തന്നെയാണ് റീൽസ് ആയിട്ട് ഇടണേന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു? അതോ വെറുതെ എന്തെങ്കിലും റീൽസ് സ്വാഭാവികമായിട്ട് നമ്മൾ നാച്ചുറലി ചെയ്യുന്ന പോലെ
എന്തെങ്കിലും ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ഒരു 3-4 തപ്പി പ്രാക്ടീസ് ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്നില്ല. അപ്പൊ അമ്മ എന്നെ പറഞ്ഞു നമുക്ക് ഇതൊന്ന് കളിച്ചു നോക്കിയല്ലോ. അമ്മയുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് വെറുതെ കളിച്ചതാണ്. അങ്ങനെ ഞങ്ങള് സിമ്പിൾ സ്റ്റെപ്സിന്റെ ആൾക്കാർ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്, അതായത് അമ്മമാർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ് മക്കൾ ഇടുക. നിങ്ങളായിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എളുപ്പമുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ചെയ്താലോ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് അത് പറ്റില്ല, സജഷൻസ് തരും അവിടെ. ഓക്കെ, ഈ പ്രായത്തിലും ഡാൻസ് കളിക്കണമെന്നൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കണൊക്കെ ഉണ്ട്. എന്താ പറയാ? ഡാൻസ് ഇപ്പഴും കളിക്കണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും കളിക്കാൻ ഇതിന്റെ പുറകിലൊരു സംഭവം ഉണ്ട് ബേസിക്കലി. ഇപ്പം അതെന്റെ അമ്മായിയാണ്. അമ്മായിനെ അതായത് അമ്മായിയുടെ മാരേജ് നടക്കാനുള്ള ഒരു റീസൺ തന്നെ ഒരു അമ്പലത്തില് ഡാൻസ് കളിച്ചതാണ്. ആ സ്റ്റോറി പറ, കേക്കട്ടെ. കേക്കട്ടെ, ഞാനത് കേട്ടിട്ടേ പോകുള്ളൂ. അത് അമ്മയുടെ വീടാണ് പൊറോട്ടാണി. ഇതെങ്ങനെ നിങ്ങൾ എല്ലാരും കണക്റ്റഡ് ആണ്? ഓക്കെ. അമ്മായിയുടെ വീട്ടിലേക്ക് കളിക്കാൻ പോയതാ. അപ്പൊ അവിടെ ചേട്ടന്റെ വീട് എവിടെയാ? അപ്പൊ അങ്ങനെ ആള് കണ്ടിട്ട് വീണ് പോയി. ഡാൻസില് വീണു. കഴിഞ്ഞ ദിവസം വരെ മാമ എന്നിട്ട് പറയുകയും ചെയ്തു ആ സോങ് ഏതാണെന്നും എല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങള് അങ്ങനത്തെ ഒരു റീല് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ സോങ് വെച്ചിട്ടൊരു റീല്. നൊക്ലാജിയ. അപ്പൊ അതാണല്ലേ കൂടുതലും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നല്ലേ, പഴയ ആ ഒരു അങ്ങനെ കിട്ടുമ്പോ ഡാൻസ് കളിക്കാൻ അങ്ങനെ ഇഷ്ടമാണ്. ആദ്യം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളെക്കാൾ ഉഷാറ്. ഇവര് പാട്ടൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഈ പാട്ടൊക്കെ ട്രെൻഡ് ആയിട്ട് മാറാറുണ്ട്, അപ്പൊ നമുക്കിത് ചെയ്യാം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇവരെന്നെയാണ് പറയാ ഇത് കളിച്ചാലോ പറഞ്ഞ കാണിച്ചു തരും. ഇങ്ങനെ ഇനി എന്തെങ്കിലും കോസ്റ്റ്യൂംസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇവരെപ്പോഴും പറയും നൈറ്റ് മതി, അല്ലെങ്കിൽ അതായത് ഞങ്ങൾ പറയും നമ്മളിപ്പോ അതിലാണല്ലോ അറിയപ്പെടുന്നത്, അപ്പൊ നൈറ്റി ഇടാന്ന്. അപ്പൊ ഇവര് പറയും ഇനി എന്തിനാ നൈറ്റി, ഇനി ഞങ്ങളൊന്ന് ഒരുങ്ങട്ടെ എന്ന് പറയും. സാരിയൊക്കെ കൊടുക്കണം. സ്റ്റോക്ക് ആയിട്ട് ഇരിക്കാണ്, അപ്പൊ അത് ആൾക്കാരെ കാണിക്കണല്ലോ, അതിന് വേണ്ടിട്ട്. അതുകൊണ്ട് മാത്രം. ഞാൻ ആദ്യമേ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നൈറ്റിയിലായിരുന്നു നിൽക്കേണ്ടത്. ആദ്യമേ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മള് ക്യാച്ചി ആയിട്ട് തോന്നാ ആ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡാൻസ് എന്തായാലും തരുന്നതായിരിക്കും. നിങ്ങളെ ഈ ഡാൻസ് ഒക്കെ ആരാ സ്റ്റെപ്പ് ഇടുന്നത്? ആരൊക്കെയാ സ്റ്റെപ്പ് ഇടണത്? ഞങ്ങളെല്ലാവരും ഇടുമല്ലോ. നിങ്ങളെല്ലാരും അവരാദ്യമേ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇടുന്നത് എന്നുള്ളത്. നിങ്ങൾ എവിടെ നിന്ന് ഇത് ഇടുന്നത്? രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തൊക്കെ ഇടുമോ അതോ? അല്ല, ഞങ്ങൾ ഓൾറെഡി ആ റീലിൽ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് നമ്മൾ എടുക്കുന്നു, ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി പറ്റാത്തത് നമ്മൾ എന്തെങ്കിലും കയ്യിലെടുത്തിടും. ഓക്കെ. ആ സോങ് ആരാ തെരഞ്ഞെടുത്തേ? അമ്മയാണല്ലേ തെരഞ്ഞെടുത്തേ? അമ്മ എങ്ങനെയാ അമ്മ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഒക്കെ പിക്ക് ചെയ്തെടുക്കുന്നേ? അത് മൊബൈലില് റീല് കാണുമ്പോ ഞാൻ നല്ലതാന്ന് തോന്നുമ്പോ സേവ് ചെയ്ത് വെക്കും. ഇവർക്ക് ആ ബുദ്ധി തോന്നിയില്ലല്ലോ, അതും അമ്മയുടെ തലയിൽ സമയമല്ല, അതുകൊണ്ടാണ്. നിങ്ങളെല്ലാരും കൂടി എന്താ പറയാ ഹോബീസ് എന്തൊക്കെയാ? നിങ്ങളെല്ലാരും കൂടി ഒഴിവ് സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് വർത്താനൊക്കെ പറയാറുണ്ടോ? താല്പര്യം. ഇതാണ് താല്പര്യം. ഞങ്ങളുടെ വേറൊരു മെയിൻ ഹോബി എന്ന് പറയുമ്പോ ചോറിനായിരിക്കും അടുക്കളയിലായിരിക്കുള്ളൂ. എല്ലാരും കൂടി കൂട്ടത്തിലായിരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഏതെങ്കിലും കുടുംബശ്രീ വർത്താനായിരിക്കും. പിന്നെ ഫുഡ് ഉണ്ടാക്കും. നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കൂട്ടം ഇങ്ങനെ ഉണ്ടാക്കി കൂടെയായിരുന്നോ? നിങ്ങൾ ഏതായാലും 5 പേരുണ്ട്. പക്ഷെ ഇവിടുന്ന് ലോൺ കിട്ടൂലായിരിക്കും ചിലപ്പോ. നിങ്ങൾ തന്നെ ആക്കി കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇഷ്ടമല്ലുണ്ട്. വീട്ടിന്റെ മുന്നിൽ ആൾക്കാർ ഇവിടെ ഇരുന്ന നല്ല രസാട്ടോ. എന്താ വഴി കൂടെ പോണ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവരെയൊക്കെ ഇരയാക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ വഴി കൂടെ പോകുന്നവർക്ക് അത് തോന്നില്ല. ഇവിടെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ അതിൽ കൂടെ ആളുകൾ പോയപ്പോ നൈസായിട്ട് രണ്ടുപേരും കൂടി എന്തൊക്കെയോ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആയിപ്പോയി. അതൊരു കലയാണ്. ഈ ഈ സമയത്ത് ഇതിൽ കൂടെ പോയിട്ടുള്ള ഇവരുടെ ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഉപകാരം.
എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. നന്നായി അത്. നിങ്ങളുടെ ഈ ക്യാമറ ഒക്കെ നിങ്ങൾ 5 പേരാണ് ഈ ഒരു ഫ്രെയിമിൽ ഇരിക്കുന്നത്, 5 പേരാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? പിന്നില് പ്രവർത്തിച്ച ഞങ്ങൾക്ക് 2 ക്യാമറമാനാണ് ഉള്ളത് ഇപ്പൊ നിലവില്. അതെ, എല്ലാത്തിലും ഞങ്ങൾക്ക് ഒരു ക്യാമറമാനാണ് ഇപ്പോഴും എടുത്തരാറ്. പക്ഷെ ഈ വീഡിയോ എടുത്തപ്പോ വേറൊരു ക്യാമറമാനായിരുന്നു. ഓഹോ, അതെന്താ? പുതിയൊരു ക്യാമറമാൻ. കാരണം അതിന്റെ തലേദിവസം ഇവിടെ അമ്പലത്തിലെ കാവടിയായിരുന്നു. അപ്പൊ പഴയ ക്യാമറമാനെ വയ്യായിരുന്നു, ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. അപ്പൊ പുതിയ ക്യാമറമാൻ ഞങ്ങൾ എടുത്തു. അതായത് അത്രയും നാൾ എടുത്തോണ്ടിരുന്നത് ആ ഒരു ക്യാമറാമാനാണ്. അതെ. പേര് പറയണ്ട. പറയാം. ഞങ്ങളുടെ ഫാമിലിയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിളിക്കുന്നത് ഇൻസ്റ്റാ നെയിം മാത്രമേ വിളിക്കത്തുള്ളൂ. അത് കളിയാക്കി വിളിക്കാൻ തുടങ്ങിയതാണ്, പിന്നെ അങ്ങനെ ശീലമായി പോയി. നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാ നെയിം എന്ന് പറഞ്ഞു? ചിന്നു രാജു. അങ്ങനെ വിളിക്കുള്ളൂ. അങ്ങനെ പറയും നിങ്ങളെല്ലാരും, അമ്മ ഉൾപ്പെടെ ചിന്നു രാജു എന്ന് വിളിക്കുവോ? ഇല്ല. അതുകൊണ്ട് അമ്മ അങ്ങനെ വിളിക്കില്ലേ, പാവം. ഓക്കെ. ബാക്കി ഞങ്ങൾ ഇത് ശിവമോള്, ഇത് അനശ്വര ഘോഷ്, ഇത് മീരാരാജ്, വീരരാജു. പിന്നെ ഞങ്ങളുടെ ക്യാമറമാൻ അജയ് ഘോഷ്, വിവേക് ബേസിക്. നിങ്ങളുടെയൊക്കെ ഒറിജിനൽ പേര് തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ ആകാശ് പോപ്പിൻസ് അങ്ങനെ നെയിം ഒക്കെ ഇട്ടിട്ടുണ്ടാവും, അതായിരിക്കും നിങ്ങൾ വിളിക്കാന്ന്. നോർമൽ നെയിം തന്നെയാണ് വിളിക്കുക. അപ്പൊ ആളായിരുന്നു ക്യാമറമാൻ ആയിരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ആ ഒരു ക്യാമറമാൻ മാറി പുതിയ ആള് വന്നത്. തിരിഞ്ഞത് മേ ബി നിങ്ങളുടെ ആ ഒരു റീലിന്റെ ഇതാണോ ഇനി ആ ക്യാമറമാൻ വന്നതിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഭാഗ്യാണോ? ചിലപ്പോ ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തമായിട്ട് വന്നൊരു ഭാഗ്യം. ഓഹോ, കുടുംബത്തിലേക്ക് ആള് റിലേറ്റീവ് തന്നെയാണ്. എല്ലാവരും കസിൻസ്. ഇവര് കുടുംബത്തോടുകൂടി കലാകാരന്മാരാണ്. കുടുംബശ്രീ. ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ. അടിപൊളി. ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടോ? റീൽസ്, ഇന്ന റീൽ, ഈ മലയാളം റീൽസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഇതില്. ഇതിന്റെ ഇടയിൽ ഞാനൊരു തൊഴിലുറപ്പിന്റെ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഓൾമോസ്റ്റ് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീലായിരുന്നു. അതെത്രക്ക് അതൊരു 700 തോന്നുന്നു. എന്നാലും 1 മില്യൺ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് വൈ ഇനിയിപ്പോ കേറി തുടങ്ങുമല്ലോ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന മാറ്റങ്ങൾ പറഞ്ഞു ഈ ഒരു റീൽ അത്രയും വൈറലായപ്പോ. ഇവർക്ക് ഇൻസ്റ്റാഗ്രാമില് അങ്ങോട്ട് വരും കേട്ടോ. എനിക്ക് അതുവരെ 1 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അത് 5K ആയിട്ട്. പിന്നെ കുറെ മെസ്സേജ് റിക്വസ്റ്റ്, പിന്നെ ഇത് വന്നതിന് ശേഷം അന്ന് കുറെ കമന്റ്സ് വന്നായിരുന്നു. അപ്പൊ അത് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി എല്ലാവർക്കും കമന്റ്സിന് റിപ്ലൈ കൊടുത്തു. കാരണം അവര് ഇഷ്ടത്തോടെ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ. അങ്ങനെ റിപ്ലൈ കൊടുത്ത് എനിക്ക് 24 മണിക്കൂർ ആക്ഷൻ ബ്ലോക്ക് കിട്ടി ഇൻസ്റ്റയില്. അങ്ങനെയൊക്കെ കിട്ടി. പക്ഷെ അത് അവൾക്ക് ആക്ഷൻ ബ്ലോക്ക് ആണെന്ന് അറിയില്ല. അവളും എന്റെ അടുത്താണ് ചോദിച്ചത്, കാരണം എനിക്കറിയാമല്ലോ. അവിടെ വന്ന മാറ്റം എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഫോളോവേഴ്സ് ഒരു 5K. ഞങ്ങളുടെ കൂട്ടത്തില് ഓൾറെഡി സെലിബ്രിറ്റി ആണ് ആക്ച്വലി, ഫാമിലി സെലിബ്രിറ്റി. ഓ അങ്ങനെ. അടുത്ത ആൾക്കാർ എനിക്കും ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്, മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കും കൂടിയിട്ടുണ്ട്. അതെന്റെ അമ്മയാണ്. അമ്മയ്ക്ക് ആക്ച്വലി ഞാൻ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി കൊടുത്തതായിരുന്നു, ജസ്റ്റ് റീല് കാണാൻ വേണ്ടി മാത്രല്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്നിട്ട് നോക്കുമ്പോ കുറെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അമ്മായി റീലൊക്കെ ചെയ്യട്ടെ. ആന്റി റീലൊക്കെ ചെയ്യും. ഞാൻ റീൽ ചെയ്യും. ഒറ്റയ്ക്ക് റീൽ പഠിക്കാൻ പോണ്ട്. ഓ അടിപൊളി. എഡിറ്റ് ചെയ്യും സൂപ്പറായിട്ട്. താജ്മഹലിന്റെ മുന്നിലൊക്കെ നിൽക്കണ പോലെ എഡിറ്റ് ചെയ്ത്. നിങ്ങൾക്ക് അതിരപ്പള്ളിയുടെ ഫ്രണ്ടിൽ ഫോട്ടോ വേണോ? ഫ്രീ എഡിറ്റ് ചെയ്തരും. ഗാർഡനിൽ ഇരിക്കണോ? പ്രാവിന്റെ മുകളിൽ കയറിയിരിക്കണം. അതൊക്കെ ചെയ്തരും. മാരകം. ആന്റിക്ക് എങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ടോ? അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഫേക്ക് ഐഡി പോലെ ഒരു ഐഡി. ഫേക്ക് ഐഡി അല്ല, പക്ഷെ അത് വിവേകിന്റെ ഒരു ഐഡി ആണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു ഐഡി, പഴയതൊരു ഐഡി. ഓക്കെ. നിങ്ങൾ ആ ഒരു റീലിന്റെ ഇടയിൽ വന്ന കമന്റ്സ് ഒക്കെ വായിച്ചു കാണുമല്ലോ. അതിനകത്ത് ഭയങ്കര എന്താ പറയാ തമാശയായിട്ട് തോന്നിയിട്ടുള്ള എന്താ ആ റീലില് യെല്ലോ കളർ നൈറ്റ് ഇട്ടേക്കുന്നതാണ് അമ്മായി. അപ്പൊ അമ്മായി അതില് എല്ലാവരും തല കുനിക്കുമ്പോ അമ്മായി മാത്രം തല കുനിക്കില്ല. അപ്പൊ ആരുടെ മുമ്പിലും തല കുനിക്കാത്ത എന്റെ ഹീറോ. പിന്നെ അല്ല, ഫുൾ പൈസ കൊടുക്കണ്ട, പണിയെടുത്തിട്ടില്ല. അതൊക്കെയായിരുന്നു. പിന്നെ ക്രോക്സിനെ പറ്റി കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഉണ്ട്, എല്ലാവർക്കും ക്രോക്സ് ആണ്, എല്ലാവരും എടുത്തിട്ട്. എനിക്ക് 10 സൈസ് 10 ആണ്. അതൊക്കെ ഓർമ്മയുണ്ട്. ഇത് ട്രെൻഡിങ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇനി അതാരെങ്കിലും ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് ചെരുപ്പിന്റെ സൈസ് വരെ നോക്കി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്.
ഈ എന്താണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ എന്താ പറയണത്? റീലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ പ്രായമായവരല്ല ഞാൻ ചോദിച്ചത്, ഇത്തിരി വൈബുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്ത് പറയുന്നു? ഈ റീലൊക്കെ കണ്ടു വൈറലായില്ലേ സെലിബ്രിറ്റി ആയില്ലേ, ഫോളോവേഴ്സ് എത്ര ലൈക്കായി. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും വിളിച്ചു ചോദിക്കും എത്ര ലൈക്കായി. പിന്നെ അവര് ചിലപ്പോ ലൈക്കിന് എണ്ണം നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കും, ഇത്രേ ചിലപ്പോ നമുക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. ഓക്കെ. ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഭയങ്കര എന്താ പറയാ സന്തോഷത്തിലായിരുന്നല്ലോ. അപ്പൊ പിറ്റേ ദിവസം ഇത് ട്രെൻഡിങ് ആയിട്ട് പിറ്റേ ദിവസം വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്താ പറയാ കാണാനൊക്കെ വന്നോ? നമ്മുടെ ഇവിടെ ഒരു ചെറിയ പിള്ളേരുണ്ട്, 2-3 പിള്ളേര് സെറ്റുണ്ടാവും. ചെറുത് ഇത് ഇത്രക്ക് വന്നത്. അപ്പൊ അവരൊക്കെ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരും, ശിവൻ ചോദിച്ചിട്ട്. അപ്പൊ അവര് വൈറലായില്ലേ, 1 മില്യൺ മേടിച്ചില്ലേ, അങ്ങനൊക്കെ പറഞ്ഞ വീട്ടിൽ കയറി വരും. ചെറുത്, അല്ലാണ്ട് പ്രായമുള്ളവരൊന്നുമില്ല. പ്രായമായവരൊന്നുമില്ല. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഡാൻസ് കളിച്ച് പോണം. ഡാൻസ് കളിക്കുക, പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അനശ്വരാഘോഷ് പാടും. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയാനിരുന്നത് അല്ലേ? ഞാൻ ആണോ? ഞങ്ങളുടെ വീഡിയോഗ്രാഫേഴ്സ് ഇവര് ചേട്ടനനിയത്തിയാ. സോറി. അങ്ങനെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വന്നു. നിങ്ങളിൽ ആരാണ് സ്ഥിരമായിട്ട് ക്യാമറ ചെയ്യുന്നത്? ആ മൈക്കൊന്ന് പിടിച്ചോളൂ കേട്ടാ. സ്ഥിരമായിട്ട് വരെ വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കാറ്. പിന്നെ അന്ന് കുറച്ച് ഉറക്കൊക്കെ വന്ന കാരണം കിടന്നുറങ്ങി. അപ്പൊ പിന്നെ മാമനെടുത്ത് വീഡിയോസ് ഒക്കെ. നീ ഇല്ലാത്തപ്പോ ഇവര് പറഞ്ഞ എന്താന്നറിയാമോ? അതുകൊണ്ട് 50 മില്യൺ ആയിന്ന. പലതും പറയും. പക്ഷെ ഇവൻ ഇല്ലെങ്കിൽ ഇവന്റെ മനസ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അനുഗ്രഹം കൊടുത്ത് വിട്ടിട്ടുള്ള ആ ഒരു ക്യാമറമാൻ ആണ് അപ്പുറത്തിരിക്കുന്നത്. അതെ, നന്നായി കൊടുത്തു വിട്ടുണ്ട്. ഇനിയും കൊടുത്തു വിടുന്നുണ്ട്. അതെ, ഇനിയും കൊടുത്തു വിടും നമ്മള്. ഇനിയും കൊടുത്തു വിടും. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ആ 50 മില്യൺ വീഡിയോയുടെ എക്സ്പീരിയൻസ്? ഞാൻ മുന്നേ ഇവരുടെ റീൽസിലൊക്കെ ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്. എപ്പൊക്കെ ഞാൻ ഡാൻസ് കളിക്കുന്ന അന്നൊന്നും ഇത് വൈറലാവില്ല. അപ്പൊ അന്ന് മാറ്റി പിടിച്ചതാണ്, എങ്ങനെ വൈറലാവാന്ന് നോക്കി. ഇവന് വയ്യായിരുന്നു, ക്ഷീണായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് വീഡിയോ ഏറ്റെടുത്തു. അത് അല്ലാണ്ട് ഇവര് നൈറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചതിന്റെ ഒന്നും അല്ല അല്ലേ? അല്ല, ക്യാമറാമാൻ മാറിയതാണ് അതിന്റെ മില്യൻ അടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഞങ്ങളെ കുടുംബശ്രീന്ന് ലോൺ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞങ്ങക്ക് ഇപ്പം ഞങ്ങളുടെ ലോൺ കളക്ട് ചെയ്യാൻ വരുന്ന പുള്ളി അടക്കം കമന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഇവരോട് ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മുതൽ പറയണതാണ് ക്യാമറമാനെ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഞാൻ നല്ലൊരു ഇൻട്രോ തന്നില്ലേ? ഓക്കെ. എങ്ങനെയാണ് ഇവര് ക്യാമറയുടെ മുമ്പിൽ വല്ല മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ടോ? അത് ചോദിക്കാനാ മെയിൻ ആയിട്ട് വിളിച്ചത്. ഇവര് പറഞ്ഞോ, ഒന്നും നോക്കണ്ട. ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ ക്യാമറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ. പിന്നെന്ന് പറഞ്ഞാൽ മാമന് കുറച്ച് ക്ഷമയുണ്ട്, ഇവന് ക്ഷമയില്ല. പിന്നെ എല്ലാം പെർഫെക്റ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായ പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ പറഞ്ഞു നിൽക്കും. മാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കും. അപ്പൊ വേറെ രക്ഷയില്ലാത്തോണ്ട് 5 പെണ്ണുങ്ങളല്ലേ നിക്കണേ, വല്ലതും പറയാൻ പറ്റുമോ? ഇവരൊക്കെ വൈറലായാലല്ലേ നമുക്ക് നമ്മളെ നാലാളറിയുള്ളൂ. ഓ, എനിക്ക് വയ്യ. ഞങ്ങളുടെ ഫാമിലിയിലെ ഓ, അത് എല്ലാരുടെ അടുത്തും പറയാറുണ്ട്, ഞാനാണ് ക്യാമറാമാൻ. ഇവരുടെ ഒരു വീഡിയോന്റെ താഴെ കമന്റ് തന്നെ കമന്റ് ചെയ്യും. ഇവനെടുത്ത വീഡിയോക്ക് ഇവന്റെ ഒക്കെ കമന്റ് ക്യാമറമാൻ. ഈ ക്യാമറമാൻ എന്നിട്ട് വന്നിട്ടുള്ള ഫോളോവേഴ്സ് മൊത്തം ഹിന്ദിക്കാരായിരുന്നു. എന്താന്നറിയില്ല. അതെന്താ ഹിന്ദിക്കാര്? അത് ട്രെൻഡിങ് റീല് ഹിന്ദി റീല് വല്ലതും ആണോ? നോർത്ത് ഇന്ത്യൻ റീല്? അത് നമ്മുടെ ഇവിടെ മാത്രല്ല, വേറെ ഏതോ കന്നഡയൊക്കെ എഴുതിണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ വായിക്കാൻ അറിയാൻ പാടില്ല. ഓരോ ഫോളോവേഴ്സ് വരുമ്പോ ഞാൻ ആ കൊതിയോടെ ഓടി വരുന്ന സമയത്ത് ഏതെങ്കിലും ഹിന്ദിക്കാരായിരുന്നു. ചേട്ടാ, എനിക്ക് ഇതുപോലെ റീലെടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും വന്നോ? അല്ല, പിന്നെ നമുക്ക് മെസ്സേജ് ഒന്നും വരില്ലല്ലോ. മാമനെ ഏതെങ്കിലും നമുക്ക് പെണ്ണില്ലടാ, അതല്ലേ. നമ്മളെന്തെങ്കിലും റീൽ അയച്ചു കൊടുത്താ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും വെച്ചിട്ടാവും നമ്മള് വല്ല ഏതെങ്കിലും റീല് എന്നെ വല്ലത് അയക്കുന്നതായിരിക്കും അല്ലേ. നമുക്ക് ഈ മെസ്സേജസ് വരുമ്പോ നമ്മള് ആരാണാവെന്ന് ചോദിച്ച് നോക്കുന്ന സമയത്ത് ഇവര് മറ്റേ ഗിവ് അവേക്ക് എന്നെ മെൻഷൻ ചെയ്തത്.
കൊള്ളാം. അതൊക്കെ അതെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആരെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നോ കമന്റ്സ്, അല്ല മെസ്സേജസ്, DM എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും പൂവാല മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? അയ്യോ എടുത്തോക്കണ്ട വരും. എടുത്ത് നോക്കണ്ടല്ലോ അല്ലേ? തപ്പി വെക്കണ്ട, ഞാൻ വരുന്നറിയില്ലേ. അയ്യോ ഞങ്ങൾ അത് ചിന്തിച്ചില്ല. കൊറേ വരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ നോക്കും. എനിക്ക് ഹിന്ദിക്കാരന്നെ മാമൻ പറഞ്ഞ പോലെ കൊറേ ബംഗാളികളൊക്കെ കഴിക്കുന്നുണ്ട്. ഹിന്ദിക്കാരാണ് അവരാ? ഹിന്ദി വായിക്കാൻ അറിയില്ല, എഴുതാൻ പോവാണോ ഇനി നോർത്ത് ഇന്ത്യയിലേക്ക്? എന്തിന് ഞങ്ങൾക്ക് ചോറ് വേണം. അപ്പഴാണ് അവിടെ ഉണ്ട് ദാലും ചാവൽ. പരിപ്പ് കൂട്ടാനല്ലേ? പിന്നെ എന്റെ പേര് അജയ് ഘോഷ് എന്നാണ്. പിന്നെ അതുകൊണ്ടാണോ എന്നൊരു സംശയം. ശരിയാട്ടോ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ദേശായി ഫാമിലി ഒക്കെ പറയുമ്പോൾ ഘോഷ് ഫാമിലി, ഘോഷുകളാ. അജയ് ഘോഷ് ഫാമിലി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇനി എന്താ പറയാ, ഇനി ഇവരേതെങ്കിലും റീൽസ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഈ റീൽസ് ചെയ്യണം ചേട്ടാ, ഇന്ന പോലെ ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അടുത്ത വീഡിയോയിൽ ഞാനും കൂടി കളിക്കാനാണ് പ്ലാൻ. എനിക്ക് വേണം 10 ഫോളോവേഴ്സ്. ഓ, ഇനി നിങ്ങളിൽ ആരാണ് മത്സരിച്ചായിരിക്കുമല്ലോ? ഇനി ഞാനാണ് ക്യാമറമാൻ, ഞാനാ ക്യാമറമാൻ. ഞാൻ വല്ലപ്പോഴും ഒരിക്കലും എടുത്തു കൊടുക്കും, അത് മില്യൻ അടിച്ചോളും. ഓ, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് എന്താ പറയാനുണ്ടോ വല്ലതും? തുമ്പത്തുണ്ട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ ഡാൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ട്രയൽ കളിക്കില്ലേ ഡാൻസിന്റെ, അത് കളിക്കുമ്പോ പെർഫെക്റ്റ് ആവും. അത് കഴിഞ്ഞ് ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ഓരോ വഴിക്കാൻ പോകും. അതാണ് ഇവരെ മെയിൻ കുഴപ്പം. ഇവർക്ക് ഭയങ്കര ഐക്യം പറയണത്. ഐക്യൊക്കെ ഉണ്ടാവും, പക്ഷെ കളിക്കുമ്പോ അത് വരില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു ആദ്യമൊക്കെ? ഇങ്ങനെ ആരാ ഇത് ആദ്യമേ ചോദിച്ചത് ഞങ്ങൾക്കൊരു റീൽ എടുത്തു തരുമോന്നൊക്കെ? റീൽ എടുത്തു തരുമോന്ന് എന്റെ അടുത്ത് തന്നെ വന്ന് ചോദിച്ചത് ആദ്യം. ഞാൻ അപ്പോഴേക്കും ഇവര് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഞാൻ കിടന്ന് ഉറങ്ങി. എപ്പൊ ആദ്യത്തെ റീലാ? ബാക്കിയൊക്കെ ഞാൻ തന്നെ എടുത്തു കൊടുക്കും. പിന്നെ ഞങ്ങള് റീൽ എടുക്കുന്ന പരിപാടി ഈ അടുത്ത് തുടങ്ങിയതൊന്നുമല്ല, ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തേ ഉണ്ടായിരുന്നതാ. അപ്പൊ നിങ്ങൾ 5 പേരും കൂടി വരുന്നത് കൊണ്ട്, ആ ഒരു വൈബൊക്കെ ഒത്തു വരുന്നത് കൊണ്ടാണോ ഇനി മില്യൻസ് ഒക്കെ അടിക്കാനിരിക്കുന്നു? അപ്പൊ ഇനി എയർലൊന്നായിട്ടില്ല, പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സമയം വരെ ആയിരിക്കും ഇഷ്ടം, അത് കഴിഞ്ഞ പിന്നെ എയർലോ. അത് കഴിഞ്ഞ പിന്നെ പക്ഷെ ആ തൊഴിലുറപ്പിന്റെ റീൽ ഉണ്ടല്ലോ, അതാരാ നിങ്ങളിലാരാ എടുത്തത്? അത് ഞാൻ തന്നെ എടുത്തു. അത് പറയേ, ഞാൻ എടുത്തെന്ന് അഭിമാനത്തോട്. അത് ഞാൻ എടുത്തത്. ആ ഒരു റീൽ അടിപൊളിയായിരുന്നു. അതിന്റെ നടുക്ക് നിന്നിട്ടുള്ള ഒരു ആൺതിരി ഉണ്ടല്ലോ, അത് അവന്റെ വീട്ടിൽ പോയി, അവന്റെ വീട്ടിൽ. ഓ, അതായത് അത്രയും പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് ഒരു ആൺതിരി മാത്രം. നല്ല അടിപൊളി റീൽ. അത് ഞങ്ങളുടെ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോ ഒരു സാറ് ഉണ്ടാവുമല്ലോ, ആ സാറാണ് ഞങ്ങൾക്ക്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലായിരുന്നു ഞങ്ങൾ അത് എടുത്തിരുന്നത്. അത് വളരെ നല്ലൊരു റീലായിരുന്നു. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ 2-3 പ്രാവശ്യം ആ റീൽ തന്നെ കണ്ടോണ്ടിരുന്നത്, ആരൊക്കെയാന്ന് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ആന്റീസായി എന്നൊക്കെ. നിങ്ങളുടെ ഒറിജിനൽ വയസ്സൊന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? എന്നെ വെളിപ്പെടുത്തുന്നോണ്ട് കുഴപ്പമില്ല, ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയുടെ അനുവാദം എന്തെങ്കിലും വേണോ? കുഴപ്പമൊന്നുമില്ല അല്ലേ? എനിക്ക് 29 ആണ്. 29 ആവും. ആകും. ഓക്കെ. എനിക്ക് 22 ആവണു. എനിക്ക് 50ലേക്കായി. പകുതി കഴിഞ്ഞു എന്നർത്ഥം. 42. ഓക്കെ. അവിടെ ക്യാമറമാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. 18 വയസ്സായിരുന്നു, ചെറിയ കുട്ടിയാണ്. അതെ, അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ സമീപിക്കുക. അതാണ് ഉദ്ദേശിച്ചത് എന്നല്ലേ? 29. അത് വിഷമാണല്ലോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ സങ്കടമായിരിക്കുന്നു. എന്റെ വയസ്സ് എത്ര ഉണ്ടായിരിക്കും? അയ്യോ, അങ്ങനെയൊക്കെ എന്നെ ടാസ്ക് ആരല്ലേ? ഒരു 30. കറക്റ്റാണ്. ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ മെയിൻ ആയിട്ട് ചോദിച്ചത്, ഇപ്പം ഇവര് നാത്തൂൻ വൈബാണല്ലോ, നിങ്ങൾക്ക് അതുപോലെയൊക്കെ വൈബൊക്കെ ആഗ്രഹമില്ലേ? ഇങ്ങനെ കല്യാണം കഴിച്ച് നൈറ്റ് ഒക്കെ എടുത്തിട്ട്? ഇവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇവൾക്ക് ചില സമയത്തേ ഈ റീൽസ് ഒക്കെ കാണില്ലേ, കല്യാണം കഴിഞ്ഞവരുടെ അപ്പ അയച്ചു വരുമ്പോടി എനിക്കും കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയാം. എന്നിട്ട് ഇവള് അത് പറയട്ടെ, എന്നിട്ട് കുറച്ചു പറയും കല്യാണം കഴിച്ചിട്ട് പക്ഷെ ചെക്കന്റെ വീട്ടിൽ പോയിക്കോട്ടെ. അതായത് നമ്മുടെ ഇൻസ്റ്റയില് ഹൽദി, എനിക്ക് മൈക്കുണ്ടോ കുട്ടോ? മൈക്കുണ്ടല്ലേ? ഓക്കെ. അതായത് ഹൽദിയുടെ വീഡിയോ, പിന്നെ ഈ ഗുരുവായൂർ വെച്ച് താലി കെട്ടുന്ന വീഡിയോ, രജിസ്റ്റർ മാരേജ്, ഇതൊക്കെ കാണുമ്പോ
ആ കല്യാണം വൈബാണ്. marriage, ആ കല്യാണം വൈബാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിലോട്ട് വരുന്ന സമയത്ത് അത് വേണ്ട. അന്ന് ഒരു കാര്യം ചെയ്ത കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടും രണ്ട് വഴിക്ക് അവിടെ നിക്ക അല്ലെങ്കിൽ ഇവിടെ നിക്ക, അതാണോ ഇഷ്ടം? അങ്ങനെയല്ല, ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം തൊട്ട് അല്ലെങ്കിൽ റീൽസ് എടുക്കാൻ മാത്രമായിട്ട് നമുക്ക് ഒരു കല്യാണം ഇവള് പറയുന്നായിരുന്നു ബ്രൈഡൽ ഷൂട്ട് ചെയ്യണമെന്ന്. അമ്മയല്ലേ? ആ അമ്മ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് മോള് കല്യാണം കഴിക്കാൻ ശരിയാ, ഓക്കെ അല്ല. ഓക്കെ അല്ല, അമ്മ സമ്മതിക്കില്ല. ഇഷ്ടല്ല അല്ലേ? കെട്ടിക്കുന്നില്ലേ? കെട്ടിക്കണം, പശു കൂട്ടാക്കാണ്ട. ആണോ? സമ്മതിക്കണില്ല അല്ലേ? ശരിക്കും സമ്മതം ഇല്ലാഞ്ഞിട്ടാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടുള്ളത് ആലോചിച്ചിട്ട് അമ്മ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ നോക്ക്. ഇങ്ങനെ നാത്തൂനായിട്ടൊക്കെ റീലൊക്കെ ചെയ്യണ്ടേ? ചിത്രയുടെ കല്യാണം കഴിഞ്ഞതാണ്. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് എനിക്കൊരു കുട്ടിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത താരങ്ങളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങളൊക്കെ വയസ്സ് കുറവ് വെക്കാണെങ്കിലും മേ ബി ഇവളായിരിക്കും ചിലപ്പോ ആദ്യം കിട്ടുന്നത്. അത് നാണക്കേടല്ലേ? ഫാമിലി ചോദിച്ചൊക്കെ നിക്കുമ്പോ അവള് കല്യാണം കഴിച്ചപ്പോ അങ്ങനെ ഒരു കുഴപ്പമില്ല. എനിക്കാ കുഴപ്പമുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. ഇല്ല. കെട്ടിക്കോട്ടെ അല്ലേ? നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അടുത്ത കൊല്ലം കല്യാണം കഴിക്കാം. ഓ സന്തോഷം. മനസ്സിലായില്ല ആർക്കാണ് മുട്ടി നിൽക്കുന്നത്. നമുക്ക് ഇനി കുറച്ചു നേരത്തേക്ക് ഇടവേള ഇട്ടിട്ട് ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, കുറച്ചു നേരത്തേക്ക് നമ്മൾ ഡാൻസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനി പാട്ടും കൂടി കേൾക്കാം. മാലയിട കാത്ത് അള്ളിയിറക്ക് தாலி செய்ய நேத்து சொல்லிருக்கு. ഇത് സായം കാലമാ മടി സായും കാലമാ മുല്ലപ്പൂ ചൂട് മെല്ലപ്പായ് പോട് അടവാന കാത്ത് சூடு ஏத்துது പൊത്തി വച്ച മല്ലിക മൊട്ട് പൂത്തിരിച്ച് വെക്കത്ത വിട്ട് பேசி பேசி ராசியானதே മാമൻ പേര് ചൊല്ലി ചൊല്ലി ആളാനതേ ரொம்ப നാളാനതേ. അടിപൊളി. അയ്യോ പാട്ട് തീർന്നു ചേച്ചി. അടിപൊളി, നല്ല രസം കേട്ടോ കേൾക്കാൻ. നല്ല വോയിസാ രണ്ടുപേരുടെ. ക്യാമറമാനും പാടും. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. നല്ല വോയിസാ. നിങ്ങള് ഇനി അടുത്ത മില്യൺസ് പോവാനായിട്ടുള്ള റീൽസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പാട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ടിരുന്നതാ, പക്ഷെ ഇതുവരെ വൈറലാവുന്നു. ഇനിയിപ്പോ വൈറലായിക്കോളും. ഇതിന്റെ കയറ്റത്തോടൊപ്പം അങ്ങനെ കൂടെ അങ്ങ് കേറിപ്പോയിക്കോളും. നിങ്ങൾക്ക് എന്തെങ്കിലും ടീമിന് പേരെന്തെങ്കിലും ഇടാനായിട്ട് പ്ലാൻ വല്ലതും ഉണ്ടോ? നമ്മൾ ഇതുവരെയായിട്ട് വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് തോന്നുന്നു. ആണോ? പ്ലാൻ വന്നു. ഇപ്പൊ ഏതായാലും ഒരു ടീമൊക്കെ ആയാലും. പക്ഷെ എന്താന്ന് വെച്ചാല് പേരൊക്കെ വെച്ചിട്ട് ഞങ്ങള് മാത്രല്ല, അതായത് ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ കളിക്കുന്നവരുണ്ട്. അപ്പൊ ആരുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് കുടുംബപ്പേരം കിട്ടാ പോലെ. പലർക്കും പലതാണ്. പലതും പല പേര്, പല കുടുംബങ്ങളാണല്ലോ. ഓ ശരി, കുടുംബങ്ങൾ ഒരു ടാസ്ക് ആണ്. അപ്പൊ ഞാൻ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ശിവയുടെ റീൽസ് ഒക്കെ കുറച്ച് 2-3 ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ടാഗ് വന്നപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും 100K ആവാൻ പോണു. ഒരു 70-80K ഇൻസ്റ്റാഗ്രാമില്. പിന്നെ പുള്ളിക്കാരത്തി യൂട്യൂബ് ചാനലും കേക്കട്ടെ. പുള്ളിക്കാരത്തിക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില് 100K കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് കേക്ക് മുറിച്ചാലോ? അതിന്റെ സെലിബ്രേഷൻ ആയാലോ? പിന്നെന്താവാലോ. അപ്പൊ നമ്മുടെ ശിവയുടെ 100K ആയിട്ടുള്ള സെലിബ്രേഷൻ ആണ് യൂട്യൂബ് ചാനലിൽ കേട്ടോ. അപ്പൊ കേക്ക് കട്ട് ചെയ്യല്ലേ? ഓക്കെ, സർപ്രൈസ് ആയിരുന്നു ഇവരുടെ. ഓക്കെ, കട്ട് ചെയ്തോളൂ. ഇനിയിപ്പോ തല്ലുകൊടുത്തായിരിക്കും കേട്ടോ ഫസ്റ്റ് ആർക്ക് കേക്ക് കൊടുത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും സ്വന്തമായിട്ട് അങ്ങ് കഴിച്ചോ, അത് നല്ലത്. സേഫ് അതാ. എല്ലാവർക്കും കൊടുത്തപ്പോ ഇണങ്ങും, അതുകൊണ്ട് ഞാൻ ഒറ്റ കഴിക്കാം. ഓക്കെ, കണ്ണം മൂക്കിലൊക്കെ ആയി. ബാക്കി മുറിക്കട്ടെ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തരാം. കട്ട് ചെയ്യോ? ബാക്കി മുറിക്കാന്ന് വെച്ചാ ഓക്കെ, കുളാവും. എന്തായാലും അടിപൊളിയായിട്ട് ഇനി റീൽസ് ഒക്കെ ചെയ്ത് പോവാ. ഇനി കുറെ റീൽസ് ഒക്കെ കാണാനിരിക്കുന്നു. മില്യൺസ് ഒക്കെ അടിക്കാൻ കിടക്കുന്നു.
അപ്പൊ പൊളിക്കില്ലേ നിങ്ങളെല്ലാരും? ഇനി നിങ്ങൾ മത്സരിച്ച് ക്യാമറ ചെയ്യണം കേട്ടോ, മില്യൻസ് അടിപ്പിക്കണം. ഞാൻ ലീവാകുമ്പോ മാമനെ കൊടുത്തോണ്ട് അനുഗ്രഹം കൊടുത്താൽ മതി. അനുഗ്രഹം കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്.